നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ചില ദിവസങ്ങൾക്ക് ശേഷമാണ് ദൈവവചനവുമായി വീണ്ടും കടന്നു വരുവാൻ ഇടയായത്. കഴിഞ്ഞ നാളുകളിൽ ഈ വചന ശുശ്രൂഷ കേട്ട പല പ്രിയപ്പെട്ടവരും അത് വീണ്ടും തുടരണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നെപ്പോലെയുള്ള എളിയവനായ വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഈ ശുശ്രൂഷ ഭരമേൽപ്പിച്ച സർവശക്തനായ ദൈവത്തിന് ആയിരം നന്ദി കരേറ്റിക്കൊണ്ട് വീഴാതെ വണ്ണം നിലനിർത്തുന്ന, താങ്ങി നടത്തുന്ന, കരം പിടിച്ച് ആലോചന പറഞ്ഞ് നടത്തുന്ന ആ ദൈവത്തിന് ഹൃദയം നിറഞ്ഞ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കു വേണ്ടി 40-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം, എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു സ്വർഗത്തിലെ ദൈവം. ദാവീദ് ശൗൽ രാജാവിനെ ഭയന്ന് വനാന്തരത്തിൽ കഴിയുമ്പോൾ താൻ ഇസ്രയേലിൽ സീഫ് എന്ന് പറയുന്ന ഇടത്ത് കടന്നു ചെന്ന് അഭയം കണ്ടെത്തി. സീഫിലുള്ളതായ വ്യക്തികൾ ദാവീദിനെ കണ്ടെത്തിയിരിക്കുന്നു, ഞങ്ങൾ അവനെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം എന്ന് ശൗൽ രാജാവിന് അറിവ് കൊടുക്കുകയും ശൗൽ രാജാവ് അനവധി പട്ടാളക്കാരുമായി കടന്നു വന്ന് ദാവീദ് ഒളിച്ചിരുന്ന മല വളയുകയും ദാവീദിനെ ഏത് നിമിഷവും ശൗൽ പിടിക്കും, കീഴ്പ്പെടുത്തും, ഇല്ലാതാക്കും. ആ ഒരു നിർണായകമായ ഘട്ടത്തിൽ ദാവീദ് രക്ഷപ്പെടാനുള്ള യാതൊരു സാധ്യതയുമില്ല. എന്നാൽ അവസാന സമയത്ത് ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ കാണുകയാണ്. ശൗലിൻ്റെ അരികിൽ ഒരു ദൂതൻ വന്ന് പറയുന്നു, ക്ഷണം വരണം, ഫെലിസ്തീർ കടന്നു വന്ന് നമ്മുടെ ദേശത്തെ അറ്റാക്ക് ചെയ്യുകയാണ്. അങ്ങനെ ശൗൽ ദാവീദിനെ വിട്ട് ഫെലിസ്ത്യരെ എതിരിടുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ദൈവം അറിഞ്ഞാണ്, ദൈവം അനുവദിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ നേരിടുന്നത്. ചില വിഷമതകളിലൂടെ നമ്മൾ കടന്നു പോകണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ആ സമയത്ത് നമ്മൾ തന്നെ പ്രാർത്ഥിച്ചാലും ആരെക്കൊണ്ട് പ്രാർത്ഥിച്ചാലും ചിലത് മാറിപ്പോകത്തില്ല. നമ്മൾ നേരിട്ടേ മതിയാകുകയുള്ളൂ. പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും മാറും എന്ന് നമ്മൾ ധരിക്കരുത്. ചില കാര്യങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചേ പറ്റുകയുള്ളൂ നമ്മുടെ ലൈഫിൽ. എന്നാൽ നമ്മളത് അഭിമുഖീകരിക്കുവാനായിട്ട് നമ്മെ തന്നെ പരമേൽപ്പിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവം പറയും, എൻ്റെ കൃപ ഞാൻ നിനക്ക് തരാം, എൻ്റെ ശക്തി ഞാൻ നിനക്ക് തരാം, എൻ്റെ ജ്ഞാനം ഞാൻ നിനക്ക് തരാം. ഇതുവരെ നമ്മൾ മനസ്സിലാക്കാത്ത സ്വർഗരാജ്യത്തിലെ ദൈവത്തിൻ്റെ ദിവ്യമായിട്ടുള്ള ആത്മീയ സമ്പത്ത് നമുക്ക് വേണ്ടി ദൈവം നൽകുവാനിടയാകും. ദൈവത്തിൻ്റെ ആയുധങ്ങൾ അത് നേരിടുവാൻ നമുക്ക് തരും. നമ്മൾ പരാജയപ്പെടത്തില്ല, നമ്മൾ വിജയിച്ച് തന്നെ പുറത്തു വരും. ദാവീദ് അങ്ങനെ അത്തരം വിഷമതകളിൽ വിജയിച്ച് പുറത്തു വന്നതായി കാണുവാനായിട്ട് കഴിയും. ഇവിടെ ദാവീദ് പറയുകയാണ്, ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങൾ വളരെയാണ്. വിശുദ്ധ തിരുവെഴുത്തിലെ ഉറപ്പേറിയ ഒരു വാഗ്ദത്തമാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഒരു നാളും എന്ന് പറയുന്നത് ഒരിക്കലും കൈവിടുകയില്ല എന്നാണ് ദൈവം ഉറപ്പ് തരുന്നത്. നമ്മുടെ ലൈഫിൻ്റെ ഒരു ഘട്ടത്തിലും സ്വർഗത്തിലെ ദൈവം നമ്മെ കൈവിടുകയില്ല. ജീവിതത്തിൽ ചിലത് ഭവിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് ഭവിക്കുന്നു എന്ന് ചോദിക്കുന്നതിനേക്കാൾ, കർത്താവേ, എന്തിനു വേണ്ടിയാണിത് ഭവിക്കുന്നത്, അങ്ങേക്ക് എന്നോട് എന്താണ് അരുളി ചെയ്യാനുള്ളത് എന്ന് നാം ചോദിക്കുമ്പോൾ നമ്മെ ദൈവം ഉറപ്പിക്കും, ദൈവം നമ്മെ ധൈര്യപ്പെടുത്തും, സംതൃപ്തി ദൈവം തരും. മാറാത്ത ദൈവം കൂടെ ഇരുന്ന് നമ്മോട് പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കൈവിടാത്ത ദൈവം, ഒരിക്കലും കൈവിടാത്ത ദൈവം. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നു. അവർ കനാൻ നാട്ടിലേക്കുള്ള പ്രയാണത്തിലാണ്. അവർ മരുഭൂമിയിലായിരിക്കുന്നു. ഏകദേശം 20 ലക്ഷം ജനം മോശയുടെ നേതൃത്വത്തിൽ മരുഭൂമിയിലായിരിക്കുകയാണ്. പകൽ മേഘസ്തംഭമുണ്ട്, രാത്രി അഗ്നിസ്തംഭമുണ്ട്. അവർക്ക് ഈ 40 വർഷം പട്ടിണി കിടന്ന് മരിക്കാൻ ദൈവം അനുവദിച്ചില്ല. കാരണം എന്താ? എന്നും രാവിലെ മഞ്ഞിൽ പൊതിഞ്ഞ് കൊത്തമ്പാല അരി പോലെ ദൈവം ദോശ ചുടാൻ, അപ്പം കൊടുക്കുവാൻ ഇടയായി തീർന്നു. മന്ന അവർക്ക് പൊഴിച്ചു കൊടുത്തു. അവരുടെ കൂടാരവാതുക്കൽ മന്ന വീണ് കിടക്കുകയാണ്. ദൈവത്തിൻ്റെ കരുതൽ. ആളൊന്നിന് ഇടങ്ങഴി വെച്ച് ആണ് ദൈവം കൊടുത്തത്. ഒരു ഭക്തൻ അതിന് കണ്ടെത്തിയൊരു കണക്ക് ഞാൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സ്
ഒത്തിരി ആശ്വാസം പ്രാപിക്കുവാനിടയായി. അത് ഇങ്ങനെയാണ്, ഏതാണ്ട് ഒരു ദിവസം 4500 ടൺ മന്നയാണ് അവർക്ക് ദൈവം കൊടുത്തത് ഈ 20 ലക്ഷം ആൾക്കാർക്ക്. ഒരു ട്രെയിനിൻ്റെ ബോഗിയിൽ, ഒരു ബോഗിയിൽ 15 ടൺ വച്ച്, അത്തരം 30 ബോഗി ഒരു ട്രെയിൻ ഉണ്ടെങ്കിൽ ആ ട്രെയിനിൽ 450 ടണ്ണാണ്. ഇനിയും 30 ബോഗികളുള്ള 10 ട്രെയിൻ വേണം ഒരു ദിവസം ഇവർക്ക് മനുഷ്യൻ്റെ കണക്കനുസരിച്ച് മന്ന എത്തിക്കുവാൻ. 30 ബോഗികളുള്ള 10 ട്രെയിൻ. നോക്കുക പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുതൽ. ഒരു ദിവസം പോലും മന്ന പൊഴിയാതെ ഇരുന്നില്ല. ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടാതെ ഇരുന്നില്ല. മനുഷ്യർക്കാർക്കും ചെയ്തു കൊടുക്കുവാൻ കഴിയാത്തത് ഉയരത്തിൻ്റെ കിളിവാതിൽ ദൈവം തുറന്ന് ശക്തിമാന്മാരുടെ ആഹാരം ദൈവം അവർക്ക് 40 വർഷം കുടിപാർപ്പുള്ള സ്ഥലത്ത് എത്തുന്നതുവരെ ഈ ജനത്തിന് ദൈവം നൽകുവാനിടയായി. നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവം. ഒരുപക്ഷെ നിങ്ങളുടെ മക്കളെ ഓർത്തോ, പ്രിയപ്പെട്ടവരെ ഓർത്തോ, ജോലി സംബന്ധമായിട്ടോ ഒക്കെ നിങ്ങൾ ആശങ്കപ്പെടുന്നവരായിരിക്കാം. ഇന്ന് അനവധി പേര് മാനസികമായി ഞെരുങ്ങുന്നവരുണ്ട്, സങ്കടത്തിൻ്റെ തുരുത്തിൽ അകപ്പെടുന്ന വ്യക്തികൾ. പ്രിയപ്പെട്ടവരെ, ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി വിചാരപ്പെടുന്നവനാണ്. നീ ധൈര്യപ്പെട്. അവിവേക പ്രവർത്തികൾ ചിന്തിക്കാതെ, ഇട്ടിട്ടോടാതെ ദൈവത്തിൽ ആശ്രയിക്ക്. ദൈവം നമ്മെ കരം പിടിച്ച് നടത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.